ഹലോ, ഇറ്റ്സ് മീ സഹല ഷഹീൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡോട്ട് ആൻഡ് കിൻ്റെ ഫേസ് വാഷിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അത് ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഓരോ കളേഴ്സിൽ പ്രത്യേകം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയാണ് ഫേസ് വാഷ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ബ്ലൂ കളറിലുള്ള ഇത് ബാരിയർ റിപ്പയർ പ്ലസ് ഹൈഡ്രേറ്റിംഗ് ജെൽ ഫേസ് വാഷ് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഹൈലറോണിക് ആസിഡ് ആൻഡ് റൈസ് വാട്ടർ, അതേപോലെ സോപ്പ് ആൻഡ് സൾഫേറ്റ് ഫ്രീ ആണ്, ഡെർമ ടെസ്റ്റഡ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 ml 249 റുപ്പീസാണ്. സെൻസിറ്റീവ് സ്കിന്നിന് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ല മൈൽഡാണ്. ഡോട്ട് ആൻഡ് കിൻ്റെ എല്ലാ ഫേസ് വാഷും മൈൽഡാണ്, ജെൻറ്റിൽ ഫേസ് വാഷാണ്. അതായത് നോർമൽ ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിന്നിന് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ ഫേസ് വാഷും ഇതിൻ്റെ ഒരു ജെൽ ടൈപ്പുള്ള ഒരു ഫേസ് വാഷാണ്. അതായത് പിങ്ക് കളറാണെങ്കിൽ ചെറിയൊരു കളറുണ്ട്, പിങ്ക് കളറുണ്ട്, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഉണ്ട്, ഓറഞ്ചിന് ഓറഞ്ച്, ചെറിയൊരു കളറുണ്ട്. ജെൽ ടൈപ്പ് ഫേസ് വാഷാണ്. പിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യൂ. അതേപോലെ അടുത്തത് പറയാനുള്ളത് ഒരു പിങ്ക് കളറിലെ ഫേസ് വാഷാണ്, വാട്ടർമെലൺ സൂപ്പർ ഗ്ലോ ജെൽ ഫേസ് വാഷാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് വൈറ്റമിൻ സി പ്ലസ് കുക്കുംബർ വാട്ടർമെലൺ ആണ്. ഇത് നന്നായിട്ട് കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, എക്സസ് ഓയിൽ കൺട്രോൾ ആക്കാനും നന്നായി കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ജെൻറ്റിൽ ഫേസ് വാഷാണ്. അപ്പോൾ ഒരു സോഫ്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇതിന് വരുന്നത്. അടുത്തത് പറയാനുള്ളത് ഒരു ഗ്രീൻ കളറിലുള്ള സിക്ക കാമിങ് ബ്ലമിഷ് ക്ലിയറിങ് ഫേസ് വാഷാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് സാലിസിലിക് പ്ലസ് ഗ്രീൻ ടീ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് എക്സ്ഫോളിയേഷൻ ചെയ്യാനുള്ള ഒരു നല്ലൊരു ഫേസ് വാഷാണ്. ഇപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2 months ആയി. ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല, കൂടുതൽ കടലപ്പൊടിയൊക്കെയാണ് ഇടാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും എത്തിയത്. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഞാനിപ്പോൾ നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇതിലാണ്. പക്ഷെ എനിക്ക് ഇത് നിർത്താൻ കാരണം ഇപ്പോൾ ഒരു വീക്ക്ലി വൺസൊക്കെയാണ് ഉപയോഗിക്കാറുള്ളൂ. എൻ്റെ നല്ലൊരു ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലാണ്ട് മുഖം ഇങ്ങനെ ഓയിലി ആയിട്ട് ഭയങ്കര ഡൾനെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്കിത് നല്ല ബെറ്ററായിട്ട് തോന്നി. നല്ലോണം ഓയിൽ കൺട്രോൾ ആക്കുന്നുണ്ട്, നല്ലതാണ്. പിന്നെ ഓയിലി ഫുള്ളി ഇല്ലാതാവേണ്ട, ഡ്രൈ ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് നിർത്തിയിട്ടുള്ളത്. നല്ലതാണ്, അങ്ങനെ ഡ്രൈനെസ് ഒന്നും ഉണ്ടാക്കില്ല, ഓയിൽ കൺട്രോൾ ആക്കുന്നുള്ളൂ. പിന്നെ ഇതിനുള്ളത് കുറച്ച് സ്കിന്ന് ബ്രൈറ്റ് ആവുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വാങ്ങിച്ചതാണ്, റേറ്റ് സെയിം ആണ്, 214. ആക്നി മാർക്സ് ഫെയ്ഡ് ആവാനും ആക്നി വരാതിരിക്കാനൊക്കെ ഒരു നല്ലൊരു ഫേസ് വാഷാണ്. പിന്നെ ആക്നി ഉള്ളവർക്കും ഓയിൽ കൺട്രോൾ ആയാൽ തന്നെ ഓയിലി കൂടുതലുള്ളവർക്ക് പ്രത്യേകിച്ച് കൂടുതൽ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ലൊരു ഫേസ് വാഷാണിത്. അടുത്തത് വരുന്നത് ഒരു ഓറഞ്ച് കളറിലുള്ള ഫേസ് വാഷാണ്, വൈറ്റമിൻ സി പ്ലസ് സൂപ്പർ ബ്രൈറ്റ് ജെൽ ഫേസ് വാഷ്. ഇത് ഫോർ ഓൾ സ്കിൻ ടൈപ്സിനാണ് കൊടുത്തിട്ടുള്ളത്. ഞാനിത് സെലക്ട് ചെയ്യാൻ കാരണം എനിക്ക് ഓറഞ്ച് ഇൻഗ്രീഡിയൻസ് ഉള്ള അതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഹിമാലയ, അതേപോലെ VLCCൻ്റെ ഒക്കെ ഓറഞ്ച് ഇൻഗ്രീഡിയൻസ് ഉള്ള ഫേസ് വാഷ് നല്ല സ്മെല്ലായതുകൊണ്ട് എനിക്കിഷ്ടമായതുകൊണ്ട് തന്നെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഈ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഓയിൽ നന്നായിട്ട് കൺട്രോൾ ആകുന്നതുകൊണ്ടും എന്താണ് ഡ്രൈനെസ് കൂടുമോ എന്നുള്ള പേടി കാരണം എനിക്ക് ഇത് ഇപ്പോൾ കഴിയാനായി എത്രയുണ്ടാവും. അപ്പോൾ ഇത് ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ ഇത് അത്രയോ ഇല്ല, ഇതിലൊന്നും ഇല്ല ലാസ്റ്റ് എത്തിന്. പിന്നെ അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് ട്രിപ്പിൾ വൈറ്റമിൻ സി, സൾഫേറ്റ് ഫ്രീ, ഫ്ലൈറ്റ് ഡൽനെസ് ആൻഡ് ടാൻ. ഇത് നല്ല അത്രയും സോഫ്റ്റ് ആക്കുന്നുണ്ട്, സ്കിന്ന് ബ്രൈറ്റ് ആക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ കാരണം, ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടാൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റിമൂവ് ആക്കാനും നല്ലതാണ്. എന്ത് നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിന് എന്തായാലും ഒരു എത്ര വെയിൽ കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നാലും ചെറിയൊരു ചൂട് കൊണ്ട് നമ്മുടെ സ്കിന്ന് ഡാർക്കാവും. അപ്പോൾ അതിനൊക്കെ നല്ലതാണ് ആ ഒരു കളർ ചേഞ്ചസ് ഒക്കെ മാറാനും.
പിന്നെ ഫേസ് അത് അങ്ങനെ മാറുമ്പം തന്നെ ഡൾനെസ് ഒരുപാട് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ റേറ്റ് ഇത് 100 ml 249 റുപ്പീസൊക്കെയാണ്. പിന്നെ ഇത് നന്നായിട്ട് ബ്രൈറ്റ് ആക്കുന്നതാണ്, സോഫ്റ്റ് ആക്കുന്നതാണ് ഫസ്റ്റ് പറയാനുള്ളത്, പിന്നെ ബ്രൈറ്റ് ആക്കും. പിന്നെ പറയാനുള്ളത് നിയാസിനമൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കാലാവസ്ഥക്ക് ചൂട് വരുമൊക്കെ ഈ ചെറിയ ചെറിയ പിമ്പിൾസൊക്കെ വരുമല്ലേ, അതിനൊക്കെ നല്ലതാണ്. അത് വരാതിരിക്കാനും ബെറ്ററാണ്. പിന്നെ ഇത്രയൊക്കെയാണ് ഈ ഫേസ് വാഷിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിനോ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.